അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. നമുക്കൊന്ന് ഇവിടെ നല്ല മണവും ഗുണമുള്ള ഒരു ഗരം മസാല റെഡിയാക്കിയാൽ ആവശ്യമായ സാധനങ്ങൾ: പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം, ചെറിയ ജീരകം, ഉലുവ, ജാതിക്ക, ജാതിപത്രി. പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതൊരു ചെറിയ ബൗളിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗൾ പട്ട, ഗ്രാമ്പൂ കുറച്ച് കമ്മിയാട്ടോ, പട്ടയുടെ അത്ര എടുക്കരുത്, അതിൽ കുറച്ച് കമ്മിയാക്കി എടുക്കുക. അതിലും കുറച്ച് മാത്രം ഏലക്ക എടുക്കണം. നമുക്ക് എത്രയാണോ ആവശ്യം അത്ര എടുത്ത് നമുക്ക് ചൂടാക്കിയെടുക്കാം. വലിയ ജീരകം, ചെറിയ ജീരകം, കുറച്ച് മാത്രം ഉലുവ, ഒരു ജാതിക്ക, ഒരു ജാതിപത്രിയുടെ പൂവ്. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നല്ല ചൂടായിട്ട് നല്ലൊരു മണം വരണം, അതുവരെ നമുക്കിത് ചൂടാക്കണം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് ചൂടാക്കി വെച്ച സ്പൈസസുകളൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ ജാതിക്ക പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കരുത്. ജാറ് നന്നായിട്ട് ഉണങ്ങിയിരിക്കണം, നനവ് ഒട്ടും പാടില്ല. അങ്ങനെ നമ്മുടെ ഗുണവും മണവുമുള്ള നല്ലൊരു ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു വട്ടം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ കടയിൽ ഗരം മസാല വാങ്ങിക്കില്ല. ഇത് നമ്മൾ പൊടിച്ചെടുത്ത ശേഷം നല്ല ഉണങ്ങിയ ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.